കേരളത്തിൽ കോട്ടയത്തടക്കം വലിയ പ്രളയക്കെടുതികളുണ്ടായ ആളുകൾ മരിക്കുകയും ഒക്കെ ചെയ്ത ആ ദിവസം മുഖ്യമന്ത്രി വി.ഡി. സതീശൻ പൊന്നാനിയിൽ ഒരു വിരുന്നിൽ പങ്കെടുത്തത് പ്രതിപക്ഷം വലിയ വിവാദമാക്കി, രാഷ്ട്രീയ ആയുധമാക്കി, വലിയ വിമർശന വിധേയമാക്കി. ഇന്നിപ്പോൾ മുഖ്യമന്ത്രി വി.ഡി. സതീശൻ അതിനകത്തൊരു വിശദീകരണം നൽകി. നാട്ടിൽ പ്രളയക്കെടുതി നടന്ന സമയത്ത് അതിനെന്താണോ ഒരു മുഖ്യമന്ത്രി എന്ന രീതിയിൽ ഒരു ഭരണകൂടം ചെയ്യേണ്ടത് അതൊക്കെ ചെയ്തിട്ട് അതിനിടയിലാണ് ഒരു പല പരിപാടികൾക്ക് വേണ്ടി മലപ്പുറത്ത് വന്നത്. ആ മലപ്പുറത്തെ പരിപാടിക്കിടെ അതൊരു നേരത്തെ പ്രീ പ്ലാൻ മുൻകൂട്ടി നിശ്ചയിച്ച മുൻകൂട്ടി ഉണ്ടാക്കിയ ഒരു സൽക്കാര വിരുന്നായിരുന്നില്ല. പൊന്നാനിയിലെത്തിയപ്പോൾ അവിടെ ഒരു യൂത്ത് ലീഗ് നേതാവായ ഫൈസൽ ബാഫക്കയുടെ വീട്ടിൽ ഭക്ഷണം ഒരുക്കിയിട്ടുണ്ടെന്ന് പറഞ്ഞ് അവിടെ പോയി ഭക്ഷണം കഴിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. അതിന് മാത്രമല്ല, പരിഹാസരൂപേണ അദ്ദേഹത്തിന് മറുപടി ഒരു വിശദീകരണം നൽകിയത് എന്നുവെച്ചാൽ ഒരു പ്രളയക്കെടുതി വരുമ്പോൾ മുഖ്യമന്ത്രി ഭക്ഷണം കഴിക്കാൻ പാടില്ല എന്നൊരു ചട്ടം ഉണ്ടായിരുന്നു. 2018 പ്രളയത്തിൻ്റെ സമയത്ത് അന്നത്തെ മുഖ്യമന്ത്രി ഭക്ഷണം കഴിക്കാതെ നിരാഹാര സമരത്തിലായിരുന്നു എന്ന് പരിഹാസരൂപേണ ചോദിക്കുന്നതും കണ്ടു. അപ്പോൾ ആ വിശദീകരണം മതിയോ മുഖ്യമന്ത്രിക്കെതിരെ ഉയർന്ന വിമർശനങ്ങൾക്കും വിവാദത്തിനും എന്നതാണ് മർമ്മപ്രധാനമായ ചോദ്യം. അജിംസ, വിശദീകരണത്തിൽ ഒതുങ്ങുമോ? ഇത് നമ്മളൊരു പ്രളയം നേരിട്ടുകൊണ്ടിരിക്കുകയാണ്. അതൊരു ഡിസാസ്റ്ററാണ്. കഴിഞ്ഞ ഒരു 8 വർഷത്തോളമായിട്ട് നമ്മളത് അനുഭവിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഓരോ വർഷം 2018 മുതൽ എല്ലാ വർഷവും മഴ പെയ്യുമ്പോൾ ആശങ്കയാണ് എല്ലാവർക്കും. ഇപ്പോൾ ആ സമയത്ത് ഭരണകൂടം എങ്ങനെയാണ് അതിനെ മിറ്റിഗേറ്റ് ചെയ്യാൻ, ഞാനിത് മഴ പെയ്തു കഴിഞ്ഞ് ഫ്ലഡ് ഉണ്ടായി കഴിഞ്ഞിട്ട് ആളുകൾ എങ്ങനെ ദുരിതാശ്വാസ ക്യാമ്പിലെത്തിക്കുന്നു എന്നുള്ളതല്ല എൻ്റെ പ്രശ്നം. അതിന് ഭരണകൂടം എങ്ങനെയാണ് അതിനോട് പ്രവർത്തിക്കുന്നു എന്നുള്ളതാണ് പ്രശ്നം. മുഖ്യമന്ത്രി ഭക്ഷണം കഴിച്ചോ, മുഖ്യമന്ത്രി ഉദ്ഘാടനത്തിലോ എന്നുള്ളതൊന്നും എൻ്റെ വിഷയമേ അല്ല. അതിപ്പോൾ പിണറായി വിജയനായാലും വി.ഡി. സതീശനായാലും അവർ ഉദ്ഘാടനം ചെയ്യുന്നുണ്ടോ, ഭക്ഷണം കഴിക്കുന്നുണ്ടോ, പ്രളയ സമയത്ത് അതിനെങ്ങനെ കോർഡിനേറ്റ് ചെയ്യുന്നു എന്നുള്ളതൊക്കെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അതിൽ മുഖ്യമന്ത്രി എന്ന നിലയിൽ വി.ഡി. സതീശൻ വേണ്ട വിധത്തിൽ പ്രവർത്തിച്ചു എന്ന് വെച്ചാൽ വി.ഡി. സതീശൻ പ്രവർത്തിച്ചു ഇല്ല എന്ന് മാത്രമല്ല, കഴിഞ്ഞ ഒരു 5-8 കൊല്ലമായിട്ട് നമ്മൾ നേരിടുന്ന പ്രളയത്തെ ഈ ദുരന്ത നിവാരണ അതോറിറ്റിയോ ഭരണകൂടമോ വേണ്ട രീതിയിൽ മിറ്റിഗേറ്റ് ചെയ്യുന്നില്ല എന്നുള്ളതാണ് എൻ്റെ പോയിന്റ്. അതിന് വി.ഡി. സതീശൻ ഭക്ഷണം കഴിക്കാതെ ദുരന്ത നിവാരണ അതോറിറ്റി ഓഫീസിൽ പോയി സ്ക്രീനിൽ നോക്കിയിരുന്നിട്ടുണ്ടെങ്കിൽ ആ പ്രശ്നം കഴിയുമെന്ന് വെച്ചാൽ ഇല്ല. അവിടെ സ്ട്രക്ചറലായി കുറേ അധികം മാറ്റങ്ങൾ വരേണ്ടതുണ്ട്. കാരണം 2018 പ്രളയത്തിൽ നിന്ന് നമ്മൾ എന്താണ് പഠിച്ചത്? 2018 പ്രളയത്തിന് ശേഷം നമ്മൾ കാണുന്നത് എന്താണ്? വളരെ ലോക്കലൈസ്ഡ് ആയിട്ടുള്ള ഫ്ലാഷ് ഫ്ലഡ് ഉണ്ടാകുന്നു. ഒരു പഞ്ചായത്തിലൊക്കെ ആയി ചിലപ്പോൾ അതിതീവ്ര മഴ പെയ്യുക. മുണ്ടക്കയിലും ചുരൽമലയിലൊക്കെ അങ്ങനെയാണ് ഉണ്ടായത്. പിന്നെ പുത്തുമലയിലും ഉണ്ടായത് തന്നെയാണ്. ഒരു ചെറിയ ഏരിയയിൽ വലിയ തോതിൽ മഴ പെയ്യുന്നു. അതാണ് കേരളം നേരിടുന്ന പ്രശ്നം. ഇപ്പോൾ നമുക്ക് മഴ മുന്നറിയിപ്പ് നൽകുന്ന IMD ആണ്. അത് കേന്ദ്ര സർക്കാർ സ്ഥാപനമാണ്. അവർക്കാണ് മഴ മുന്നറിയിപ്പ് കൊടുക്കാനുള്ള നിയമപരമായ അവകാശമുള്ളത്. അപ്പോൾ അത് ബൈ ചെയ്യുക, അവരുടെ പ്രവചനം ബൈ ചെയ്യുക, അതനുസരിച്ച് നടപടികൾ സ്വീകരിക്കുക എന്നുള്ളതാണ് ഭരണകൂടത്തിന് ചെയ്യാവുന്ന കാര്യം. ഏറ്റവും വലിയ പ്രശ്നം എന്താണ്? ഇപ്പോൾ ഇന്നലെ ദുരന്ത നിവാരണ അതോറിറ്റിയുടെ മെമ്പർ സെക്രട്ടറി മാധ്യമങ്ങളോട് പറഞ്ഞത് നല്ല മഴ പെയ്തുകൊണ്ടിരിക്കുകയാണെന്നല്ല, ഞായറാഴ്ച മഴ ഇനി ശക്തി കുറയാൻ പോവുകയാണ്. അദ്ദേഹം പറയുന്നത് എന്താണ്? IMDയുടെ പ്രവചനം അനുസരിച്ചാണ്. ഇനി 7-ാം തീയതിക്ക് ശേഷമേ മഴ ശക്തി പ്രാപിക്കൂ. ഇത് പറഞ്ഞ് അദ്ദേഹം വീട്ടിൽ പോയി. ഇന്നലെ രാത്രി പത്തനംതിട്ടയിലെ മലയോര മേഖലയിൽ അതിതീവ്ര മഴയാണ് പെയ്തത്. അതിൻ്റെ പ്രശ്നമാണ് ഇപ്പോൾ പത്തനംതിട്ടയിലും ആലപ്പുഴയിലും നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ വയനാട്ടിലും ഇത് തന്നെയായിരുന്നു അവസ്ഥ. വയനാട്ടിൽ IMDയുടെ പ്രവചനം അനുസരിച്ച് അവിടെ യെല്ലോ അലേർട്ടായിരുന്നു കഴിഞ്ഞ വർഷം, അല്ല ഈ മറ്റേ ചൂരൽമല ദുരന്തം ഉണ്ടാകുന്ന സമയത്ത്. പക്ഷേ ആ ചൂരൽമല പ്രദേശത്ത് അതിതീവ്ര മഴ പെയ്തു. പത്തനംതിട്ടയിൽ ഇന്നലെ സംഭവിച്ചതാണ് 300-320 മില്ലിമീറ്റർ മഴയാണ് പെയ്തത്. അപ്പോൾ ഈ വളരെ ലോക്കലൈസ്ഡ് ആയിട്ടുള്ള ഈ ഫ്ലാഷ് ഫ്ലഡിനെ നേരിടാൻ ഭരണകൂടത്തിന് കഴിയാത്തത് എന്തുകൊണ്ടാണ്? ഒന്ന് IMDയുടെ വളരെ വൈകിയുള്ള പ്രവചനം, മറ്റൊന്ന് കൃത്യതയില്ലാത്ത ലോക്കലൈസ്ഡ് അല്ലാത്ത പ്രവചനം. അപ്പോൾ ഇത് 2018 മുതൽ ഭരണകൂടത്തിന് മുമ്പിലുണ്ട്, അന്നത്തെ LDF സർക്കാരിന് മുമ്പിലുണ്ട് ഈ പ്രശ്നം. ഈ ലോക്കലായിട്ട് പെയ്യുന്ന ഫ്ലാഷ് ഫ്ലഡ് എങ്ങനെ നേരിടും എന്നുള്ള കാര്യത്തിൽ. അതിനുശേഷം LDF സർക്കാർ എന്താ ചെയ്യുന്നത് വെച്ചാൽ സ്വകാര്യ ഏജൻസികളെ കൂടി ആശ്രയിക്കാൻ തുടങ്ങി. ഏതാണ്ട് 1 കോടി രൂപയാണ് അതിനുവേണ്ടി സ്പെൻഡ് ചെയ്തത്. അപ്പോൾ സ്വകാര്യ ഏജൻസികളുടെ ഫോർകാസ്റ്റ് കൂടി പരിഗണിച്ചുകൊണ്ട് മുൻകരുതൽ നടപടികൾ സ്വീകരിക്കുകയാണ് ചെയ്തത്. അപ്പോൾ വയനാട്ടിൽ അത്തരമൊരു സംവിധാനമുണ്ട്. വയനാട്ടിൽ വളരെ ലോക്കലായിട്ടുള്ള മഴ മുന്നറിയിപ്പ് സംവിധാനം ഉണ്ടായിരുന്നു. വയനാട്ടിൽ എന്താ സംഭവിച്ചത്? അത്തരം ലോക്കലായിട്ടുള്ള മഴ മുന്നറിയിപ്പ് സംവിധാനത്തെ പോലും പരിഗണിക്കാതെ ഒരു മുൻ നടപടിയും സ്വീകരിച്ചില്ല, ആളുകൾ ഒഴിപ്പിച്ചില്ല. അതാണ് അവിടെ ദുരന്തം ഉണ്ടാവാനുള്ള കാരണം. ഇപ്പോൾ പത്തനംതിട്ടയിൽ ഇന്നലെ 320 മില്ലിമീറ്റർ മഴ പെയ്തു. IMDയുടെ പ്രവചനപ്രകാരം മഴ കുറയുകയാണ് ചെയ്യേണ്ടത്. അതാണ് ഇന്നലെ ലോക്കൽ മെമ്പർ സെക്രട്ടറി പറയുന്നത്. ഇനി മഴ കുറയുമെന്നാണ് പറയുന്നത്. മഴ കുറയും എന്ന് പറഞ്ഞ ദിവസം പത്തനംതിട്ടയിൽ വലിയ തോതിൽ മഴ പെയ്തിരിക്കുന്നു. അപ്പോൾ നമ്മൾ ഈ 8 കൊല്ലത്ത് നമ്മുടെ ഈ അനുഭവത്തിൽ നിന്ന് കുറേ അധികം കാര്യങ്ങൾ നമ്മൾ തിരുത്തിയിട്ടുണ്ട്. LDF സർക്കാരിൻ്റെ കാലത്ത് വലിയ വിമർശനം കേട്ടൊന്നാണ് 2018 ഡാമുകൾ തുറന്നു വിട്ടതിൽ അശാസ്ത്രീയത. അതൊരു മനുഷ്യനിർമ്മിത പ്രളയമായിരുന്നു എന്ന വിമർശനം അന്ന് പ്രതിപക്ഷം ഉന്നയിച്ചിരുന്നു. അപ്പോൾ അതിനുശേഷം നമുക്ക് നേരിട്ട് നമ്മൾ കണ്ടതാണ്. ഇടുക്കി ഡാം
തുറന്നു വിടുന്നില്ലേ എന്ന് KCB ചെയർമാനാണ്. അന്നത്തെ KCB ചെയർമാനോട് ചോദിക്കുമ്പോൾ അങ്ങനെ തുറന്നു വിടാൻ പറ്റുമോ? കോടിക്കണക്കിന് രൂപയുടെ വെള്ളമാണ് കിടക്കുന്നത്, അത്രയും വെള്ളം കൊണ്ട് വൈദ്യുതി ഉണ്ടാക്കാനുള്ളതാണ് എന്നാണ് അദ്ദേഹം മാധ്യമങ്ങളുടെ മുമ്പിൽ ഒന്ന് പറഞ്ഞത്. എന്നിട്ട് ഇത് അവസാന നിമിഷമായപ്പോൾ അത് തുറന്നു വിടുകയും എറണാകുളം, ആലപ്പുഴ, കോട്ടയം ജില്ലകൾ വെള്ളത്തിനടിയിലാവുകയും ചെയ്തു. ഇതേ സെയിം അവസ്ഥ പത്തനംതിട്ടയിലുണ്ടായിരുന്ന ഡാമുകൾ തുറക്കുന്ന കാര്യത്തിലുണ്ടായി. അവിടെ നിന്ന് തുറന്നു വിട്ടപ്പോൾ ചെങ്ങന്നൂർ വെള്ളത്തിൽ മുങ്ങി. അപ്പോൾ ഡാമുകൾ നിർമ്മിക്കുന്നത് യഥാർത്ഥത്തിൽ ഡാമുകൾ നിർമ്മിക്കുന്നത് വൈദ്യുതി ഉണ്ടാക്കാനും ജലസേചനത്തിന് വേണ്ടി മാത്രമല്ല, ഫ്ലഡ് കൺട്രോൾ ഡാമുകളുടെ ഒരു നിർമ്മിത ലക്ഷ്യമാണ്. അതിൻ്റെ അത് ഉണ്ടാക്കുന്നത് തന്നെ ഫ്ലഡ് കൺട്രോളിലാണ്. എങ്ങനെയാണ് ഫ്ലഡ് കൺട്രോൾ ചെയ്യുക? മഴ പെയ്യുമ്പോൾ അത് വെള്ളം നദികളിലേക്ക് പോകാതെ അത് സംഭരിച്ചു വയ്ക്കുന്നു. അല്ലെങ്കിൽ മഴ പെയ്യുന്നതിന് മുമ്പ് ഡാമിലെ വെള്ളത്തിൻ്റെ ലെവൽ താഴ്ത്തിക്കൊണ്ട് ആ വെള്ളം സംഭരിച്ച് ഫ്ലഡ് ഉണ്ടാവാൻ നോക്കുന്നു. ഫ്ലഡ് കൺട്രോൾ അതിൻ്റെ ഒരു പ്രധാനപ്പെട്ട ലക്ഷ്യം തന്നെയാണ്. ആ ലക്ഷ്യം നിറവേറ്റുന്നതിൽ അന്ന് പരാജയപ്പെട്ടു. അതിനുശേഷം LDF സർക്കാർ ചെയ്തത് എന്താണ്? ഡാം മാനേജ്മെൻറ്റ് KCB അല്ലെങ്കിൽ അതിൻ്റെ കൺസേൺഡ് അതോറിറ്റിയിൽ നിന്ന് മാറ്റി അതൊരു കൂട്ടായ റവന്യൂ വകുപ്പിൻ്റെയും ദുരന്ത നിവാരണ അതോറിറ്റിയുടെയും എല്ലാവരുടെയും കൂട്ടായ ഒരു നിയന്ത്രണത്തിലേക്ക് മാറ്റി. അതിന് ഗുണമുണ്ടായി. പിന്നീടുണ്ടായ 2019, 2020, 2021 എല്ലാ കാലത്തും മഴക്കാലത്തിന് മുമ്പ് തന്നെ ഡാമുകൾ തുറന്നുവിട്ട് വെള്ളം ക്രമീകരിച്ച് വയ്ക്കുകയും ഫ്ലഡ് ഒഴിവാക്കുകയും ചെയ്തു. ഫ്ലഡ് ഒഴിവാക്കുകയാണ് ചെയ്തത് ശരിക്കും. പക്ഷേ ഈ തവണത്തെ അവസ്ഥ എന്താണ്? ഈ തവണ ഡാമുകളിൽ വെള്ളമില്ല. ഡാമുകളിൽ വെള്ളമില്ല എന്നുള്ളതായിരുന്നു വാർത്ത കഴിഞ്ഞ ജൂണിൽ വരെ, അല്ലേ? 20%, 30% വെള്ളമേ ഉള്ളൂ. പിന്നെ എങ്ങനെയാണ് പത്തനംതിട്ടയിലെ ഈ മൂഴിയാർ ഉൾപ്പെടെ ഡാമുകൾ വളരെ പെട്ടെന്ന് നിറഞ്ഞത്? അപ്പോൾ ഇത് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റണം. ഈ മഴ, അതായത് ലോക്കലായിട്ട് പെയ്യുന്ന മഴ പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റണം. അതിനുവേണ്ടി സ്വകാര്യ ഏജൻസികളിലേക്ക് വയനാട്ടിൽ തന്നെ ഉദാഹരണം, വയനാട്ടിൽ അങ്ങനെ ഒരു സംവിധാനം ഉണ്ടായിട്ടും അത് അവഗണിച്ചാണെന്ന് അവിടെ ദുരന്തത്തിന് കാരണമെങ്കിൽ ഇപ്പോൾ അതിനെ കുറേ കൂടി കാര്യക്ഷമമായിട്ട് ഉപയോഗപ്പെടുത്തിക്കൊണ്ട് നേരത്തെ തന്നെ വാണിംഗ് കൊടുക്കാൻ കഴിയണം. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ഈ ലോക്കൽ സെൽഫ് ഗവേണൻസ് എന്ന് പറയും. തദ്ദേശ സ്ഥാപനങ്ങൾക്ക് ഈ കാര്യത്തിൽ വലിയ പങ്ക് വഹിക്കാനുണ്ട്. പ്രത്യേകിച്ചും ഈ നേരത്തെ തന്നെ ഇത് പ്രെഡിക്റ്റ് ചെയ്യാനുള്ള ഒരു സ്ഥലത്ത് മഴ പെയ്യുകയാണ്, നമ്മുടെ പഞ്ചായത്തിലൊരു സ്ഥലത്ത് രാത്രി നല്ല മഴ പെയ്തുകൊണ്ടിരിക്കുകയാണ്. ആ വിവരം വളരെ പെട്ടെന്ന് അറിയിക്കാമല്ലോ. നാളത്തേക്ക് അത് ചിലപ്പോൾ ഒരു മണ്ണിടിച്ചിലായി മാറുകയോ അല്ലെങ്കിൽ ഒരു ഫ്ലഡായി മാറുകയോ സാധ്യതയുണ്ട്. ഇത്തരം വിവരങ്ങൾ കയറുക. അതുപോലെ തദ്ദേശീയമായ സന്നദ്ധ സേനകൾ ഒരുക്കുക, തദ്ദേശീയമായ വാണിംഗ് സിസ്റ്റം കൊടുക്കുക, വാണിംഗ് സമ്പ്രദായം. ആളുകൾ ഇപ്പോൾ മണ്ണിടിയ സാധ്യതയുള്ള സ്ഥലങ്ങളിൽ നിന്ന് ആളോട് മാറാൻ പറയുക. അത് ഏറ്റവും ലോക്കൽ ലെവലിലാണ് സാധിക്കുക, വാർഡ് ലെവലിൽ തന്നെ സാധിക്കും. ഇത്തരം സംവിധാനങ്ങൾക്ക് ഒരു പരിധി വരെ നമ്മൾ കഴിഞ്ഞ 8 വർഷം കൊണ്ട് അത് വികസിപ്പിച്ചെടുത്തിട്ടുണ്ട്. കുറേയൊക്കെ നന്നായിട്ട് നടക്കുന്നുണ്ട്. അത് കുറേ കൂടി കാര്യക്ഷമമാക്കണം. ഞാൻ ഏറ്റവും പ്രധാനമായിട്ട് തോന്നുന്നത് നമ്മൾ കുറേ കൂടി സ്വകാര്യ ഏജൻസികളെയോ അല്ലെങ്കിൽ ഒരു സർക്കാർ സ്വകാര്യ സംരംഭങ്ങളെയോ ആശ്രയിച്ചുകൊണ്ട് കുറേ കൂടി ലോക്കലൈസ്ഡ് ആയിട്ടുള്ള പ്രൊഡിക്ഷൻ സംവിധാനം ഉണ്ടാക്കണം എന്നുള്ളതാണ്. അതായിരിക്കും ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. മറ്റൊന്ന് ദാവൂദ് സാഹിബ് ഇടയ്ക്കിടെ കൂടെ പറയാനുണ്ട്, നമ്മുടെ ലാൻഡ് യൂസ്. കേരളം ലാൻഡ് യൂസ് സംബന്ധിച്ച കർശന നിയമങ്ങൾ ഉണ്ടാക്കുന്നതിൻ്റെ ഏറ്റവും അവസാനത്തെ സമയത്താണ്. ഇന്ന് തന്നെ പാണക്കാട് ആ സംഭവം ഒന്ന് ആലോചിച്ച് നോക്കുക. പാണക്കാട് ആ മണ്ണിടിഞ്ഞ സംഭവം, ആ സ്ലോപ്പിൽ വീട് പണിയാൻ വേണ്ടിയാണ് അവിടെ മണ്ണെടുക്കുന്നത്. ഈ ഏതൊക്കെ ഭാഗത്ത് ഏതൊക്കെ സ്ലോപ്പുകളിൽ വീട് പണിയാം, ഏതൊക്കെ സ്ഥലത്ത് വീട് പണിയാം. വീട് പണിയാൻ വേണ്ടി നമുക്ക് അലോട്ടഡ് ആയിട്ടുള്ള നോട്ടിഫൈഡ് ആയിട്ടുള്ള ലാൻഡ് ഉണ്ടാവണം. ഇതിപ്പോൾ നമ്മൾ പറയുന്നത് 2026 ഇരുന്നിട്ടാണ്. 2009 അന്നത്തെ VS അച്യുതാനന്ദ സർക്കാർ ഒരു നിയമപരിഷ്കാര കമ്മീഷൻ ഏൽപ്പിച്ചിരുന്നു. അന്ന് മരിച്ചുപോയ VR കൃഷ്ണയ്യരാണെന്ന് ആ കമ്മീഷൻ. VR കൃഷ്ണയ്യരുടെ നിയമപരിഷ്കാര നിർദ്ദേശങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്ന് കേരളത്തിലെ ലാൻഡ് യൂസ് നിയമങ്ങൾ മാറ്റണം എന്നുള്ളതാണ്. നമുക്ക് കൃഷി ചെയ്യാൻ സ്ഥലം വേണം, നമുക്ക് വ്യവസായത്തിന് സ്ഥലം വേണം, നമുക്ക് താമസിക്കാൻ സ്ഥലം വേണം, അത് നോട്ടിഫൈഡ് ആയിരിക്കണം. കേരളത്തിൽ ഇപ്പോൾ നടക്കുന്നത് എന്താണെന്ന് വെച്ചാൽ എവിടെയും നമുക്ക് വീട് പണിത് താമസിക്കാം. വയലിലാണോ വയലിൽ താമസിക്കാം, മലഞ്ചെരുവിലാണോ അവിടെ വീട് പണിയാം, കായൽ നികത്തണോ അവിടെ വീട് പണിയാം, തോട് നികത്തി വീട് പണിയാം, എവിടെയും വീട് പണിയാം. അപ്പോൾ വീട് പണിയുന്നതിൽ നിങ്ങൾ ഈ ലാൻഡ് യൂസിൻ്റെ പ്രശ്നം പറഞ്ഞു കഴിഞ്ഞാൽ അപ്പോൾ പറയും ഏതെങ്കിലും സാധുക്കൾ 5 സെൻറ്റ് വീട് വയ്ക്കാൻ വേണ്ടി വയൽ നികത്തുന്നതോ കുന്നിടിക്കുന്നതോ ഒക്കെ പ്രശ്നമാക്കാമോ എന്ന വളരെ പോപ്പുലിസ്റ്റായിട്ടുള്ളൊരു ചോദ്യം ചോദിച്ചുകൊണ്ടാണ് ഇതിന് മറുപടി പറയുക. യഥാർത്ഥത്തിൽ അങ്ങനെ നമുക്ക് ജീവിച്ച് പോകാൻ കഴിയില്ല, കേരളത്തിന് നിലനിൽക്കാൻ കഴിയില്ല. കാരണം ഒന്ന്, കേരളത്തിന് വളരെ ചുരുങ്ങിയ ഭൂമിയേ ഉള്ളൂ, വളരെ ചുരുക്കം ഭൂമിയേ ഉള്ളൂ. ആ ഭൂമി ശാസ്ത്രീയമായി നമ്മൾ നോട്ടിഫൈ ചെയ്തുകൊണ്ട് വീട് നിർമ്മാണം മുന്നോട്ട് കൊണ്ടുപോകാതെ ഇത് നിവൃത്തിയില്ല. കാരണം എത്രയോ വീടുകൾ ഇപ്പോൾ ഈ രാത്രി കിടന്നുറങ്ങാൻ നേരത്ത് നമ്മൾ ചുമ്മാ ഒന്ന് ആലോചിച്ച് നോക്കുക, കേരളത്തിൽ എത്ര 10,000-കണക്കിന് വീടുകൾ ഏത് സമയവും മണ്ണിടിഞ്ഞ് വീഴാവുന്ന അവസ്ഥയിലുള്ളതുണ്ട്. നല്ല വീടുകളുണ്ട്, ചെറിയ വീടുകളുണ്ട്. എപ്പോഴാണ് ആ മണ്ണിടിഞ്ഞ് വീഴാന്നറിയില്ല. അപ്പോൾ വേനൽക്കാലത്ത് നമ്മളത് പണിയുമ്പോൾ കുഴപ്പമൊന്നുമില്ല എന്ന് വിചാരിക്കും, മഴ പെയ്യുമ്പോഴായിരിക്കും അതിൻ്റെ പ്രശ്നം മനസ്സിലാവും. അപ്പോൾ ഇത്തരം കാര്യങ്ങളിൽ ദീർഘകാലത്തേക്ക് ചെയ്യേണ്ട കാര്യമാണ്. ഇപ്പോൾ പരിഹരിക്കാവുന്ന വിഷയമല്ല. ഇപ്പോൾ നമ്മൾ ആക്ട് ചെയ്ത് പോകണം. കാരണം നമ്മുടെ മുമ്പിൽ ഓൾറെഡി അത്രയൊരു സജഷൻ ഉണ്ട്. ഒന്ന് ആലോചിച്ച് നോക്കുക, LDF സർക്കാർ തന്നെ കൊണ്ടുവന്ന നിയമപരിഷ്കാര കമ്മീഷൻ്റെ നിർദ്ദേശങ്ങൾ പിന്നീട് വന്ന പിണറായി വിജയൻ സർക്കാർ ബൈ ചെയ്തില്ല. മാത്രവുമല്ല ആ നിർദ്ദേശങ്ങളെ അട്ടിമറിച്ചുകൊണ്ട് വയൽ നികത്താൻ ധാരാളമായി അനുമതി കൊടുക്കുകയാണ് ചെയ്തത്.
ക്വാറികൾക്ക് ധാരാളമായി അനുമതി കൊടുക്കുകയാണ് ചെയ്തത്. ക്വാറികളുടെ നിയന്ത്രണം വളരെ വളരെ പ്രസക്തമാണ് ഈ കാര്യത്തിൽ. ക്വാറികൾക്ക് അനുമതി കൊടുക്കുന്നു, മണ്ണെടുക്കാൻ അനുമതി കൊടുക്കുന്നു, ഏത് കുന്നു പിടിക്കാൻ അനുമതി കൊടുക്കുന്നു, ഏത് ചെരുവിലും വീട് വയ്ക്കാൻ അനുമതി കൊടുക്കുന്നു. മറ്റൊരു പ്രധാനപ്പെട്ട പ്രശ്നം, ഇന്ന് ഞാൻ സീറോ അവർ വായിച്ചുകൊണ്ടപ്പോൾ ലൈവിൽ ഈ പാണക്കാട് നഗരസഭ ചെയർപേഴ്സൺ പെട്ട ഒരു പാടാണ്. ഈ മണ്ണിടിച്ചിലുണ്ടായി, അവരവിടെ വരിക. അവിടെ വരുമ്പോൾ നിങ്ങളിത് എന്തെടുക്കുമായിരുന്നു ഈ മണ്ണിടിച്ചപ്പോൾ? നാട്ടുകാർ അവരെ പുറത്തേക്ക് കയറാണ്. അപ്പോൾ അവർ പറയുകയാണ് ഞാനിത് അറിഞ്ഞിട്ടില്ല, ഇങ്ങനെ മണ്ണെടുക്കുന്നത് എനിക്ക് അറിയില്ല എന്ന് പറയുകയാണ്. കുറച്ച് കഴിയുമ്പോൾ അവർ നമ്മുടെ ടെലിയിൽ വന്നു. അപ്പോൾ ഞാൻ ചോദിച്ചു നിങ്ങൾ എന്തുകൊണ്ട് അറിഞ്ഞില്ല? അവർ പറയുന്നത് 3000 സ്ക്വയർ ഫീറ്റ് വരെയുള്ള നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് അനുമതി കൊടുക്കാനേ പഞ്ചായത്തുകൾക്ക് അധികാരമുള്ളൂ, ബാക്കിയെല്ലാം ജിയോളജി വകുപ്പാണ് ചെയ്യുന്നത്. ജിയോളജി വകുപ്പിന് അവർ അപേക്ഷ കൊടുത്തിട്ടുണ്ടോ, അവർ അനുമതി കിട്ടിയിട്ടാണോ മണ്ണെടുത്തത് പോലും എനിക്കറിയില്ല. അവർ പറയുന്നൊരു കാര്യം, ഈ നാട്ടുകാരെ രോഷം കേൾക്കേണ്ടവരാണ് നഗരസഭ ചെയർപേഴ്സണായ ഞാൻ. ഇതിനാരാ അനുമതി കൊടുക്കുന്നത്? വേറെ ആരോ കൊടുക്കുന്നു. ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു പ്രശ്നമാണ്. 2017 ഞാൻ മുമ്പ് പലവട്ടോടെ പറഞ്ഞിട്ടുണ്ട്, ഒരൊറ്റ ഓർഡിനൻസിലൂടെ സഭയിൽ പോലും ചർച്ച ചെയ്യാതെ ഒരൊറ്റ ഓർഡിനൻസിലൂടെ 15ഓളം നിയമങ്ങളാണ് പിണറായി വിജയൻ സർക്കാർ ഭേദഗതി ചെയ്തത്. അതിലേറ്റവും പ്രധാനപ്പെട്ട ഭേദഗതി ഈ തദ്ദേശ സ്ഥാപനങ്ങൾക്ക്, മുനിസിപ്പാലിറ്റികൾക്കും പഞ്ചായത്തുകൾക്കും തീരുമാനമെടുക്കാനുള്ള അധികാരം എടുത്തു മാറ്റി അത് ഉദ്യോഗസ്ഥർ കൊടുത്തുന്നുള്ളതാണ്. ഏതൊക്കെ കാര്യങ്ങളുടെ തീരുമാനം? നിർമ്മാണാനുമതി മുതൽ ബിൽഡിംഗ് പെർമിറ്റ് മുതൽ ഒരു സ്ഥാപനം തുറക്കാനുള്ള NOC മുതൽ ഒരു അധികാരവും തെരഞ്ഞെടുക്കപ്പെട്ട ജനപ്രതിനിധികൾക്കില്ല, ഉദ്യോഗസ്ഥരാണ് തീരുമാനിക്കുക. ഉദ്യോഗസ്ഥരൊരു കാര്യം തീരുമാനിച്ചാൽ ഇങ്ങനെ നടക്കും. എന്നിട്ട് ചീത്തവിളി കേൾക്കുന്നവരാണ് ഈ പറയുന്ന പഞ്ചായത്ത് പ്രസിഡന്റും നഗരസഭാ ചെയർപേഴ്സണും ആയിരിക്കും. അപ്പോൾ ഇങ്ങനെ ഘടനാപരമായ ഒരുപാട് പ്രശ്നങ്ങൾ നമ്മുടെ മുമ്പിലുണ്ട്. നമ്മളിപ്പോഴും ചെയ്തുകൊണ്ടിരിക്കുന്നതാണ്. നമ്മൾ ഈ ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾക്ക് നമ്മൾ മികച്ചതാണ്, ലോകത്ത് തന്നെ മികച്ചതെന്ന് പറയാവുന്ന ദുരിതാശ്വാസ പ്രവർത്തനം നടത്തും. പക്ഷേ ദുരന്തം, ഡിസാസ്റ്റർ മിറ്റിഗേഷൻ, ഒരു ദുരന്തം ഒഴിവാക്കുക എന്നുള്ളത് നമ്മളിപ്പോഴും അമ്പേ പരാജയമാണ്. അപ്പോൾ അതുകൊണ്ട് മുഖ്യമന്ത്രി VD സതീശൻ എവിടെയും പോകാതെ, ഉദ്ഘാടനത്തിന് പോകാതെ, അല്ലെങ്കിൽ ഭക്ഷണം കഴിക്കാൻ പോകാതെ ദുരന്ത നിവാരണ അതോറിറ്റി ഓഫീസിൽ കയറിയിരുന്ന് സ്ക്രീനിൽ നോക്കിയിരുന്നു കഴിഞ്ഞാൽ ഈ കാര്യം നടക്കില്ല. ഈ കാര്യം നടക്കണമെങ്കിൽ വേറെ ചില കാര്യങ്ങൾ ചെയ്യണം. അതിനുള്ള മാർഗ്ഗങ്ങൾ എന്താണ് ചെയ്യേണ്ടതെന്നുള്ളത് നമ്മുടെ മുമ്പിലുണ്ട്. നമുക്ക് ധാരാളം വിദഗ്ധരുണ്ട്, ദുരന്ത വിദഗ്ധർ ധാരാളമുള്ള സ്ഥലമാണ് കേരളം. അവരുടെയൊക്കെ എക്സ്പെർട്ടൈസ് നമ്മൾ ഉപയോഗിക്കുക. സ്വകാര്യ മേഖലയെ കൂടി ഉൾപ്പെടുത്തിക്കൊണ്ട് ഈ മഴ പ്രവചന സംവിധാനം ഉഷാറാക്കുക. അതല്ലാതെ മുഖ്യമന്ത്രി ഭക്ഷണം കഴിച്ചില്ല, മുഖ്യമന്ത്രി ഹെലികോപ്റ്ററിൽ പോയി, അല്ലെങ്കിൽ മുഖ്യമന്ത്രി കടവുദ്ഘാടനത്തിന് പോയി എന്ന് വിമർശിച്ചുകൊണ്ട് കാര്യമില്ല. ഇത് കുറേ കൂടി സീരിയസ് ആയിട്ടുള്ള പ്രശ്നമാണ്. ഈ ഉന്നയിക്കപ്പെടുന്ന ആരോപണങ്ങൾ എന്താണ്? ഇത് കേവലമായ കക്ഷി രാഷ്ട്രീയത്തിൻ്റെ പുറത്ത് പറയുന്നതാണ്. അതിപ്പോൾ പിണറായിക്കെതിരെയാണെങ്കിലും VD സതീശനെതിരെയാണെങ്കിലും അത് കക്ഷി രാഷ്ട്രീയത്തിൻ്റെ പേരിലാണ്. പക്ഷെ നമ്മുടെ അനുഭവങ്ങളിൽ നിന്ന് പാഠം പഠിച്ചുകൊണ്ട് നമുക്ക് നല്ലൊരു എന്താണ് പറയുക, ഒരു ഡിസാസ്റ്റർ മിറ്റിഗേഷൻ മാതൃക തന്നെ കേരളത്തിൽ സൃഷ്ടിക്കാൻ കഴിയും. കാരണം നമ്മുടെ ആളുകൾ എന്ന് പറഞ്ഞാൽ വളരെ ഉഷാറാണ്, ഇത്തരം കാര്യങ്ങളിൽ ഇറങ്ങി പുറപ്പെടുന്ന ആൾക്കാരാണ്. പക്ഷേ അതിന് എന്ത് വേണം? ഇത് ലാസ്റ്റ് ടൈമാണ്. നമ്മൾ മനസ്സിലാക്കേണ്ടത് പലവട്ടം പരാജയമാണെന്ന് തിരിച്ചറിഞ്ഞ മാതൃകകളും പലവട്ടം പരാജയപ്പെട്ടു എന്ന് തെളിയിച്ച വ്യക്തികളെയും ഒഴിവാക്കി നിർത്തിക്കൊണ്ട് നമ്മൾ പരമാവധി എക്സ്പെർട്ടൈസും ഈ പറയുന്ന വിദഗ്ധ ഉപദേശവും എല്ലാം സ്വീകരിച്ചുകൊണ്ട് നമുക്കൊരു പുതിയ മാതൃക സൃഷ്ടിക്കാൻ കഴിയണം. ഇതല്ലെങ്കിൽ എല്ലാ കൊല്ലവും മഴക്കാലാവുമ്പോൾ എന്ത് ചെയ്യും? നമ്മൾ മുഖ്യമന്ത്രി ചീത്ത വിളിച്ചുകൊണ്ടിരിക്കും, അല്ലെങ്കിൽ ഭരണകൂടം അങ്ങനെ ചെയ്തെന്ന് പറയും, ഇങ്ങനെ ചെയ്തെന്ന് പറയും. നമ്മൾ പരാജയങ്ങളിൽ നിന്ന് പാഠം പഠിച്ച് നമ്മളൊരു പുതിയ മാതൃക ഉണ്ടാകും. സാഹിബ്, ഈ UDF സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷമുള്ള ആദ്യത്തെ കാലവർഷമാണ്. അതിൽ തന്നെ അപ്രതീക്ഷിതമായ ചില ദുരന്തങ്ങൾ ഉണ്ടായി. അത് മാനേജ് ചെയ്യുന്നതിൽ ഈ സർക്കാർ പൂർണ്ണമായി പരാജയപ്പെട്ടു എന്നെനിക്ക് തോന്നുന്നില്ല. അങ്ങനെ തോന്നുന്നില്ല. ഇതിൽ ഒന്ന് രണ്ട് കാര്യങ്ങൾ പറയാനേ. ഇപ്പോൾ ഈ വിവാദം വന്നിരിക്കുന്ന രണ്ട് കാര്യങ്ങളാണ്. ഒന്ന്, മുഖ്യമന്ത്രി എവിടെയോ പോയി ഭക്ഷണം കഴിച്ചു, പിന്നെ ഹെലികോപ്റ്ററിൽ പോയി. ഇത് രണ്ടും പറഞ്ഞുകൊണ്ടാണ് വലിയ വിവാദങ്ങൾ ഉണ്ടാക്കുന്നത്. അതിൽ ഇന്നലെ മുതൽ എന്നെ ടാഗ് ചെയ്തുകൊണ്ട് കുറേ അധികം പോരാളികൾ ഇത് VD സതീശ് ഹെലികോപ്റ്റർ എടുത്ത് നീ എന്ത് പറയുന്നടാന്ന് ചോദിക്കുന്നുണ്ട്. അവരോട് എനിക്ക് പറയാനുള്ളത്, മുമ്പ് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഹെലികോപ്റ്റർ ഉപയോഗിക്കുന്ന കാലത്ത് ഞാൻ പറഞ്ഞിട്ടുണ്ട്, വളരെ വ്യക്തമായിട്ട് ഇതേ ഫ്ലോറിൽ പറഞ്ഞിട്ടുണ്ട്. മുഖ്യമന്ത്രി പിണറായി വിജയൻ ഹെലികോപ്റ്റർ ഉപയോഗിക്കണമെന്ന് മാത്രമല്ല, ഈ വാടക ഹെലികോപ്റ്റർ, ഒരു സ്വന്തമായിട്ടൊരു ഹെലികോപ്റ്റർ കേരള ഗവൺമെൻറ് വേണം എന്ന് പറഞ്ഞ ആളാണ് ഞാൻ. കാരണം ഇവിടെ ഒന്നാമത് ഹെലികോപ്റ്റർ ഉപയോഗിക്കുന്നതിന് എന്തോ ഒരു ഭയങ്കര ഒരു മുതലാളിത്ത എന്തോ സംഭവമാണെന്നുള്ള ഒരു കുറ്റബോധത്തിൽ നിന്നായിരിക്കും ഈ ചോദ്യം വരുന്നത്. ഇപ്പോൾ നമ്മുടെ നാട്ടിൽ തുണിക്കച്ചവടക്കാരും സ്വർണ്ണ കച്ചവടക്കാരൊക്കെ ഈ പ്രൈവറ്റ് എയർക്രാഫ്റ്റുമായിട്ട് ജീവിക്കുന്ന കാലമാണ്. അപ്പോൾ അങ്ങനെ ഒരു കാലത്ത് ഒരു സംസ്ഥാനത്തിൻ്റെ മുഖ്യമന്ത്രിക്ക് സ്വന്തമായി ഹെലികോപ്റ്റർ ഉണ്ടാകുക, സ്വന്തമായി എന്ന് പറഞ്ഞാൽ അയാളുടെ പ്രൈവറ്റ് പ്രോപ്പർട്ടി എന്നല്ല, ഒരു സംസ്ഥാന മുഖ്യമന്ത്രിക്ക് ഹെലികോപ്റ്റർ ഉണ്ടാകുക എന്ന് പറയുന്നത് അനിവാര്യമായൊരു കാര്യമാണ്. അങ്ങനെ ഒരു മുഖ്യമന്ത്രി ഹെലികോപ്റ്റർ ഉപയോഗിക്കുന്നത് എന്തോ ഒരു മോശം കാര്യമെന്ന് അഭിപ്രായം എനിക്കില്ല. അത് പിണറായി വിജയൻ ഉപയോഗിക്കുമ്പോൾ ഞാനത് പറഞ്ഞിട്ടുണ്ടെന്ന് മാത്രമല്ല, പിണറായി വിജയൻ സവിശേഷമായ ഹെലികോപ്റ്റർ തന്നെ ഉപയോഗിക്കണമെന്നും ഞാൻ പറഞ്ഞിട്ടുണ്ട്. കാരണം അദ്ദേഹത്തിൻ്റെ മോട്ടോർ കേഡ് എന്ന് പറഞ്ഞാൽ കേരളത്തിൽ അദ്ദേഹത്തിൻ്റെ മോട്ടോർ കേഡും അദ്ദേഹത്തിൻ്റെ സെക്യൂരിറ്റി ഡീറ്റെയിൽസും കേരളത്തിൽ ഒരു മുഖ്യമന്ത്രിക്കും ഇല്ലാത്തതായിരുന്നു. അത്രയും സെക്യൂരിറ്റി ഡീറ്റെയിൽസുമായി നമ്മുടെ ഈ റോട്ടിൽ കൂടി പോകുന്ന നാട്ടുകാർക്ക് ബുദ്ധിമുട്ടാണ്. അദ്ദേഹം ആകാശത്തൂടെ പോകുന്നത് തന്നെയാണ് അദ്ദേഹത്തിന് നല്ലത്, ജനങ്ങൾക്ക് നല്ലത്, സംസ്ഥാനത്ത് നല്ലത്. അപ്പോൾ ഒരു സംസ്ഥാന മുഖ്യമന്ത്രി ഹെലികോപ്റ്റർ ഉപയോഗിക്കുന്നു എന്നുള്ളത് എന്തോ ഒരു അപരാധമായിട്ട് പറയുന്നത്, അതൊരു എന്താ പറയുക,
ഒരു ഓഞ്ഞ ഏർപ്പാടാണ്. അതിനെക്കുറിച്ച് പറയാം. ഭാര്യാപിതാവിനെ കാണാൻ പോകുന്ന പറയും. എനിക്ക് അത് അദ്ദേഹം നിഷേധിച്ചിട്ടുണ്ട്. ഇനി അതും എഗൻ ഒരു മുഖ്യമന്ത്രിയുടെ എന്താണ് പ്രൈവറ്റ് വിസിറ്റ്, പബ്ലിക് വിസിറ്റ്, അതെങ്ങനെ ഡിമാർക്കേറ്റ് ചെയ്യുന്നൊക്കെ ഭയങ്കര പ്രശ്നമാണ്. ഇപ്പോൾ ഒരു മുഖ്യമന്ത്രി രോഗിയെ സന്ദർശിക്കാൻ പോവാണ്, ഫോർ എക്സാമ്പിൾ. അതിന് ഹെലികോപ്റ്റർ ഉപയോഗിക്കേണ്ട, അതിന് തിരുവനന്തപുരത്ത് നിന്ന് കോഴിക്കോടാണ് വരേണ്ടതെന്ന് വിചാരിക്കുക, അല്ലെങ്കിൽ കൊച്ചിയിലാണ് വരേണ്ടത്, അതിന് റോട്ടിൽ കൂടി പോവുക. വേറൊന്നിനും ആണെങ്കിൽ ഹെലികോപ്റ്റർ പോവുക. അത് രോഗി സന്ദർശനത്തിന് പോവുകയാണെങ്കിലും അത് മുഖ്യമന്ത്രിയുടെ സമയമാണത്. എന്തിനാണ് മുഖ്യമന്ത്രി ഹെലികോപ്റ്റർ ഉപയോഗിക്കുന്നത്? ചീഫ് മിനിസ്റ്റർ എന്ന് പറയുന്നൊരു ഓഫീസ്, ആ ഓഫീസിലിരിക്കുന്ന ആൾക്ക്, ആ സ്ഥാനത്തിരിക്കുന്ന ആളുടെ ടൈമാണ്. അത് പ്രഷ്യസ് ആണ്. അത് മാക്സിമം പ്രൊഡക്റ്റീവ് ആക്കുക. ഇതുകൊണ്ട് ഈ പറയുന്നതിൻ്റെ അർത്ഥം. അപ്പോൾ ഇത് പ്രൈവറ്റ്, അത് പബ്ലിക് എന്നൊക്കെ ഉള്ളത്, അതിൽ മുഖ്യമന്ത്രി പ്രധാനമന്ത്രി പോലുള്ള സ്ഥാനത്തിരിക്കുന്ന ആളുകളുടെ ഡിമാർക്കേറ്റ് ചെയ്യാന്ന് ഇറ്റ്സ് ഓൾമോസ്റ്റ് ഇമ്പോസിബിൾ. അപ്പോൾ അതുകൊണ്ട് എന്നെ ടാഗ് ചെയ്ത് ചോദിക്കുന്നവരോട് പറയുകയാണ്, പിണറായി വിജയൻ ഹെലികോപ്റ്റർ ഉപയോഗിക്കുന്ന കാലത്ത് എന്താണോ പറഞ്ഞത് അത് തന്നെയാണ് പറയാനുള്ളത്. പിന്നെ ഭക്ഷണം കഴിച്ചു, ഇതൊക്കെ ചീപ്പ് ഇതാണ്. ഇങ്ങനെയൊന്നും അല്ല ഒരു പ്രതിപക്ഷം പ്രവർത്തിക്കേണ്ടത്. മുഖ്യമന്ത്രി എവിടെയോ പോയി ഭക്ഷണം കഴിച്ചു, ഹെലികോപ്റ്ററിൽ പോയി. നോക്കൂ, ഈ ദുരന്ത ക്രൈസിസ് മാനേജ്മെൻറ്റുമായി ബന്ധപ്പെട്ട് പ്രശ്നങ്ങളുണ്ടെങ്കിൽ അത് കൃത്യമായിട്ട് ചൂണ്ടിക്കാണിക്കുക, കടുത്ത വിമർശനം ഉന്നയിക്കുക. ഇതാണ് പ്രതിപക്ഷം ചെയ്യേണ്ടത്. അല്ലാതെ ഈ ജാതി നിലവാരം കുറഞ്ഞ വിമർശനങ്ങൾ ഉന്നയിക്കുക, അല്ലെങ്കിൽ ആളുകളെ കൊണ്ട് ഈ ടെലിവിഷൻ ക്യാമറകൾക്ക് മുമ്പിൽ പറയിപ്പിക്കുക, പിണറായി വിജയനായിരുന്നു മഹാൻ, ഇപ്പോൾ ഭയങ്കര ഇതാണെന്ന് പറയിപ്പിക്കുക. ഇങ്ങനെയൊന്നുമല്ല പ്രതിപക്ഷ പ്രവർത്തനം നടത്തേണ്ടത്. പിന്നെ ഈ പറയുന്ന ഈ ഫ്ലഡ് മനസ്സിലാകുന്ന പലയിടത്തും ഉണ്ടായത് ഫ്ലാഷ് ഫ്ലഡാണ്. ആ സ്വഭാവത്തിൽ ഉണ്ടാകുമ്പോൾ ഭരണകൂടത്തിന് കവിഞ്ഞ ഉത്തരവാദിത്വമുണ്ട്. അതിനകത്ത് പിഴവുകൾ വന്നത് ചൂണ്ടിക്കാണിക്കുക എന്നുള്ള പ്രതിപക്ഷത്തിന് ഉത്തരവാദിത്വം. അത് ചെയ്യുകയും വേണം. എന്നുവെച്ചാൽ പ്രതിപക്ഷം വിമർശിക്കുമ്പോൾ എന്താ മുമ്പ് അങ്ങനെയായിരുന്നു, ദുരന്ത സമയത്താണോ രാഷ്ട്രീയം പറയുന്നത് എന്നുള്ള. ഇപ്പോൾ നമ്മൾ ഏറെ കേട്ടൊരു സംഗതിയാണ്, ഈ കഴിഞ്ഞ പ്രളയകാലത്താണെങ്കിലും കോവിഡ് കാലത്താണെങ്കിലും ഏതെങ്കിലും തരത്തിലുള്ള വിമർശനങ്ങൾ മുന്നോട്ട് വെച്ചാൽ ദുരന്ത സമയത്താണ് രാഷ്ട്രീയം പറയുന്നത് പറയും. അത് ശരിയല്ല. ദുരന്ത സമയത്തും പറയാനുള്ളതാണ് രാഷ്ട്രീയം, അത് പറയണം. അതാണ് അതിൽ ഒന്ന് പറയാനുള്ളത്. പിന്നെ ഇവിടെ ഈ ഇപ്പോൾ ഉണ്ടായ ഫ്ലഡ് എന്ന് പറയുന്ന സംഗതി, അത് ഇപ്പോൾ അജിംസ് പറഞ്ഞാൽ ഈ ലോക്കലൈസ്ഡ് ഫ്ലാഷ് ഫ്ലഡുകൾ നമ്മളൊരു പുതിയ ഫെനോമിനയായി വന്നിട്ടുണ്ട്. അതിൻ്റെ കാരണങ്ങൾ എന്താണ്? ഈ പ്രവചനവുമായി ബന്ധപ്പെട്ട് അജിംസ് ഇങ്ങനെ പറയുമ്പോൾ എനിക്ക് ഓർമ്മ വന്ന കാര്യം, മുമ്പ് സി രാധാകൃഷ്ണൻ അദ്ദേഹം ഒരു പരിപാടിയിൽ പ്രസംഗിക്കുമ്പോൾ പറഞ്ഞു, അദ്ദേഹം പൂനെയിൽ ജോലി ചെയ്യുന്ന സമയത്ത്, സി രാധാകൃഷ്ണൻ നമുക്ക് നോവലിസ്റ്റ് ആണെങ്കിലും അദ്ദേഹം ബൈ പ്രൊഫഷൻ്റെ സയൻറ്റിസ്റ്റ്. പൂനെയിൽ ജോലി ചെയ്യുന്ന സമയത്ത് ഓഫീസ് വിട്ട് ഫ്ലാറ്റിലേക്ക് പോകുമ്പോൾ പെട്ടെന്ന് മഴ പെയ്തു. ആളുടെ കയ്യിൽ കുടയില്ല. അപ്പം കുടയെ ചൂടി പോകുന്ന ഒരു വഴിപോക്കൻ്റെ കുടയിൽ ഇദ്ദേഹം കയറി. അപ്പോൾ അയാൾ ചോദിച്ചു, സാറ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിലായിരിക്കുമല്ലേ ജോലി ചെയ്യുന്നതെന്ന് ചോദിച്ചു. ഇദ്ദേഹം കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിലായിരുന്നു ജോലി ചെയ്തുകൊണ്ടിരുന്നത് സമയത്ത്. അപ്പോൾ കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിൽ ജോലി ചെയ്തിരുന്ന ഇദ്ദേഹത്തിൻ്റെ കയ്യിൽ കുട ഉണ്ടായിരുന്നില്ല. ഇതിങ്ങനെയൊക്കെ തന്നെയാണ് ഇതിൻ്റെ കഥ എന്ന് പറയുന്നത്. ഇതിപ്പോൾ നമ്മളൊരു ഡെവലപ്പിംഗ് നാഷൻ, നമ്മുടെ മാത്രം ഒരു പ്രശ്നമാണെന്ന് വിചാരിക്കും. നമ്മൾ ഈ സംസാരിക്കുന്ന സമയം സ്പെയിൻ മാഡ്രിഡിൽ ആ രാജ്യത്തിൻ്റെ ചരിത്രത്തിൽ ഏറ്റവും വലിയ കാട്ടുതീ കത്തിക്കൊണ്ടിരിക്കുകയാണ്. അതൊരു ഡെവലപ്ഡ് യൂറോപ്യൻ നാഷനാണ്. കഴിഞ്ഞ വർഷം കാലിഫോർണിയയിൽ സംഭവിച്ചത് നമ്മൾ കണ്ടില്ലേ? കാലിഫോർണിയയിലല്ലേ കാലിഫോർണിയയിലെ ഈ വൈൽഡ് ഫയർ. ലോകത്ത് ഇത്തരം സംഗതികൾ ഏറ്റവും മികച്ച സംവിധാനം ഉണ്ടെന്ന് കരുതപ്പെടുന്നില്ല അമേരിക്കയിൽ കഴിഞ്ഞ ഒരു 10 വർഷത്തിനിടയിൽ ഉണ്ടായിട്ടുള്ള ഇത്തരം നാച്ചുറൽ കലാമിറ്റീസ് എടുത്തു നോക്കുക. അവർക്ക് ഈ പറയുന്ന ഏർലി ഡിറ്റക്ഷൻ സിസ്റ്റം, അല്ലെങ്കിൽ പ്രവചനത്തിന് വേണ്ടിയുള്ള സംവിധാനങ്ങൾ, സാറ്റലൈറ്റ് എംപവേർഡ് മെറ്റീരിയോളജിക്കൽ ഡിപ്പാർട്ട്മെൻറ്റ്, ഇതൊന്നും ഇല്ലാഞ്ഞിട്ടാണോ? അതിനൊക്കെ മറികടക്കുന്ന സ്വഭാവത്തിൽ നമ്മൾ ഈ ടെക്നോളജി എത്രത്തോളം അപ്ഗ്രേഡ് ചെയ്യുന്ന മുറക്ക് അതിനെ മറികടക്കുന്ന സ്വഭാവത്തിൽ പ്രകൃതി പെരുമാറിക്കൊണ്ടിരിക്കുന്നുണ്ട്. അത് എല്ലായിടത്തും ഉണ്ടായിട്ടുണ്ട് അത്ര അനുഭവങ്ങൾ. അത് ഏറ്റവും മുൻനിര വികസിത രാജ്യങ്ങളിൽ നമ്മളെ സ്തബ്ധരാക്കുന്ന തരത്തിൽ അവർ ഇത്തരം സംഗതികളിൽ ഇങ്ങനെ എംബരാസ്ഡായി പോയാൽ നമ്മൾ കാണുന്നുണ്ട്. അപ്പോൾ അത്തരം സംഭവങ്ങൾ ഉണ്ടാകുന്നുണ്ട്. പക്ഷേ എന്ന് വെച്ച് ഭരണകൂടത്തിന് ഉത്തരവാദിത്തമില്ല എന്നല്ല ഞാൻ പറയുന്നത്. ഇത് പ്രകൃതിയിൽ ഇങ്ങനെ പല പ്രതിഭാസങ്ങൾ ഉണ്ടാകുന്നുണ്ട്. അപ്പോൾ ഓഫ് കോഴ്സ് അതിനെ മിറ്റിഗേറ്റ് ചെയ്യുക എന്നുള്ളത് വളരെ പ്രധാനമാണ്. ഉണ്ടായിക്കഴിഞ്ഞാലുള്ള റെസ്പോൺസ് എന്താണ് എന്നുള്ളത് അതും പ്രധാനമാണ്. അതിൽ ഗവൺമെൻറ്, ഞാൻ പറയുന്നത്, ഇന്നലെ മുതൽ ഗവൺമെൻറ്റിൻ്റെ ഭാഗത്ത് നിന്ന് മാരകമായ വീഴ്ചകളുണ്ടായി എന്ന് എനിക്ക് തോന്നുന്നില്ല. ഒരു ഫ്ലഡിൻ്റെ സന്ദർഭത്തിൽ ഓരോ മന്ത്രിമാർക്കും ഓരോ ജില്ലയുടെ ചാർജ് കൊടുക്കുന്നുണ്ട്, കോർഡിനേറ്റ് ചെയ്യാൻ
മൊത്തം കോർഡിനേറ്റ് ചെയ്യാൻ റവന്യൂ മിനിസ്റ്റർ ഏൽപ്പിക്കുന്നുണ്ട്. ഒരു ഭരണകൂടം ചെയ്യേണ്ടതെന്ന് തോന്നുന്ന സാമാന്യമായുള്ള കാര്യങ്ങൾ ചെയ്തതായിട്ടാണ് പ്രത്യക്ഷത്തിൽ മനസ്സിലാവുന്നത്. പിന്നെ ഇത് മിറ്റിഗേറ്റ് ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട് പറഞ്ഞതിന് മുമ്പ് നമ്മുടെ ലാൻഡ് യൂസുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നമ്മൾ ഈ പ്ലാറ്റ്ഫോമിൽ പലവട്ടം സംസാരിച്ചാണ്. നമുക്കൊരു ഡിസൈനേറ്റഡ് അല്ലെങ്കിൽ നോട്ടിഫൈഡ് റെസിഡൻഷ്യൽ സോണോ നോട്ടിഫൈഡ് അഗ്രികൾച്ചർ സോണോ നോട്ടിഫൈഡ് ഇൻഡസ്ട്രിയൽ സോണോ നമുക്കില്ല. അങ്ങനെ ഇല്ലാത്ത എവിടെയും താമസിക്കാവുന്ന ലോകത്തെ അപൂർവം സ്ഥലങ്ങളിലൊന്നാണ് നമ്മുടെ നാട്. രണ്ടാമത്തേത്, കഴിഞ്ഞ ഫ്ലഡിൻ്റെ സമയത്ത് ഞാൻ പറഞ്ഞൊരു കാര്യമാണ്. അന്ന് ഞാനത് പറഞ്ഞപ്പോൾ കുറേ അധികം പരിസ്ഥിതിവാദികൾ എന്നെ പരിഹസിക്കുകയും ചീത്ത വിളിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട്. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മണൽ വാരൽ നിരോധിച്ചിട്ട് കുറേ കാലമായി. ഇപ്പോൾ അജിംസ് പറഞ്ഞില്ലേ, അണക്കെട്ടിൽ വെള്ളം ഇല്ലെന്നായിരുന്നു 2 ആഴ്ച മുമ്പ് വരെ. മഴ പെയ്യുമ്പോഴേക്ക് ഇത് കവിഞ്ഞു. എന്തുകൊണ്ട്? ഡാമുകളുടെ ക്യാരിയിങ് കപ്പാസിറ്റി അത് പഴയതുപോലെ ഇല്ല. എന്തുകൊണ്ടാണ് ഇല്ലാത്തത്? അത് ചെളി വന്ന് അടിഞ്ഞിരിക്കുകയാണ്. ഇതേ പ്രശ്നം പിന്നെ നദികളിലുണ്ട്. മണൽ വാരൽ നിരോധിച്ചത് കാരണം നദികളുടെ ക്യാരിയിങ് കപ്പാസിറ്റി കുറഞ്ഞിരിക്കുന്നു. അപ്പോൾ വെള്ളം വരുമ്പോഴേക്ക് അത് എന്ത് ചെയ്യണം? പുറത്തേക്ക് ഡിസ്ചാർജ് ചെയ്യാണ്. വളരെ പെട്ടെന്ന് ഇരുവശങ്ങളിൽ എവിടെയൊക്കെയാണോ ഓപ്പണിങ്സ് ഉള്ളത് അവിടേക്ക് വെള്ളം ഒഴുകി കരയിലേക്ക് പോവുകയാണ്. അപ്പോൾ ഇത് മണൽ വാരൽ നിരോധിച്ചത് എന്താണ്? ഒരു പാരിസ്ഥിതികമായിട്ടുള്ള ഒരു സ്റ്റെപ്പായിട്ടാണ്. പക്ഷേ അത് ഞാൻ മണൽ വാരൽ നിരോധനം അബദ്ധമായിരുന്നു ഞാൻ പറയുന്നില്ല. പക്ഷേ എല്ലാ സംഗതിയും റിവ്യൂ ചെയ്യണ്ടേ? ഈ മണൽ വാരൽ നിരോധനം ഇങ്ങനെ തന്നെ തുടരേണ്ടതുണ്ടോ? നമ്മളുടെ പുഴകളുടെ ക്യാരിയിങ് കപ്പാസിറ്റി അതിനെന്താണ് സംഭവിച്ചത്? പുഴകളുടെ വെള്ളം ശേഖരിക്കാനുള്ള ശേഷി വേണ്ടേ? വെള്ളം വരുമ്പോഴേക്ക് വെള്ളം പുറത്തേക്ക് പോവുകയാണ്. അപ്പോൾ ഇതിൽ റിവ്യൂ വേണമെന്ന് കഴിഞ്ഞ പ്രളയത്തിൻ്റെ സന്ദർഭത്തിൽ ഞാൻ പറഞ്ഞു. അന്ന് കുറേ അധികം പരിസ്ഥിതിവാദികൾ ഭയങ്കരമായിട്ട് തന്നെ ചീത്ത പറഞ്ഞിട്ട് ഇന്നിപ്പം പത്രസമ്മേളനത്തിൽ മുഖ്യമന്ത്രി അതേക്കുറിച്ച് പറയുന്നത് കേട്ടിട്ടുണ്ട്. അപ്പോൾ ഈ നിലക്കുള്ള കുറച്ചുകൂടെ എന്താണ് പ്രായോഗികമായ ആലോചനകൾ. നമ്മൾ മഴ പെയ്യുന്ന ഒരു നാടാണ്. പക്ഷെ മഴ പെയ്യുമ്പോഴേക്ക് നമ്മുടെ ജീവിതം സ്തംഭിച്ചു പോകുന്ന അവസ്ഥ. ഇത് പ്രളയം മാത്രമല്ല, കോഴിക്കോട് മാവൂർ റോഡ് ജംഗ്ഷനിൽ പോയി നോക്കൂ. ഒരു മഴ പെയ്യുമ്പോഴേക്ക് ഗതാഗതം സ്തംഭിക്കുകയാണ്. അപ്പോൾ വെള്ളം വീഴുന്ന സ്ഥലങ്ങൾ നാടാണ് നമ്മുടേത്. ആ വെള്ളത്തിന് സ്വസ്ഥമായി പെരുമാറാനുള്ള സാവകാശവും സൗകര്യവുമുള്ള ഒരു നാട് കൂടിയാക്കി മാറ്റണം. അതിൽ പ്രധാനപ്പെട്ടാണ് നമ്മുടെ ഈ പറയുന്ന ലാൻഡ് യൂസുമായി ബന്ധപ്പെട്ട്. പക്ഷേ അത് അത്ര എളുപ്പം സാധ്യമാണെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം വളരെ ഭയങ്കരമായിട്ടുള്ള സ്ട്രക്ചറലായിട്ടുള്ള ഒരു റവല്യൂഷൻ അതിനകത്ത് വേണ്ടി വരും. ഒരു സർക്കാർ മാത്രം വിചാരിച്ചാൽ നടക്കുന്നൊരു കാര്യമല്ല. ഓരോ സന്ദർഭത്തിലും നോക്കൂ, ഈ വരുന്ന നമ്മളിങ്ങനെ സ്തംഭിച്ച് നിൽക്കുകയാണ്. ഒരു കാലാവസ്ഥയിൽ ചെറിയൊരു മാറ്റം വരുമ്പോഴേക്ക് സ്തംഭിച്ച് നിൽക്കുകയാണ്. അപ്പോൾ എന്ത് വേണമെന്നുള്ളതിനെക്കുറിച്ചുള്ള വളരെ ഫണ്ടമെൻ്റലായിട്ടുള്ള ആലോചനകൾ നടത്തേണ്ട ഒരു സന്ദർഭമാണ്. അതിനിടയിൽ ഈ ഹെലികോപ്റ്റർ ഊണ് കഴിച്ചു എന്നപോലെയുള്ള ചീപ്പ് പൊളിറ്റിക്സ് പറഞ്ഞുകൊണ്ട് കാര്യമില്ലെന്ന് എനിക്ക് തോന്നുന്നു. യെസ്. അപ്പോൾ അപ്രതീക്ഷിതമായ ചില മാറ്റങ്ങൾ നമ്മുടെ കാലാവസ്ഥയിൽ ഉണ്ടാവുകയാണ്. ഫ്ലാഷ് ഫ്ലഡുകൾ കൂടുന്നു. ഓരോ സ്പോട്ടുകളിലായി മഴ കൂടുതൽ പെയ്യുന്നു. എവിടെയും മണ്ണിടിച്ചിലുണ്ടാകാം എന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ വരുന്നു. അപ്പോൾ നമ്മുടെ ഈ മാറ്റങ്ങളെ, ഈ പ്രകൃതി ദുരന്തങ്ങളെ അതിൻ്റെ കാരണങ്ങളിലേക്ക് ഊന്നുന്നതിന് പകരം നമ്മുടെ ഊന്നൽ മറ്റു ചില അനാവശ്യ കാര്യങ്ങളിലേക്ക് മാറിപ്പോകുന്നുണ്ടോ എന്ന ഒരു സംശയമാണ് പൊതുവായി വരുന്നത്.